മുസ്ലിംസിന്റെ അവകാശങ്ങൾ എടുത്തുകളയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളുടെ ഭാഗമാണോ വഖഫ് അമെൻമെന്റ് ബിൽ 2024? അതോ സാധാരണക്കാരുടെ സ്ഥലങ്ങൾ കയ്യേറുന്ന ഒരു സമ്പ്രദായമാണോ വഖഫിന്റേത്? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വഖഫിനെ കുറിച്ചുള്ള ചർച്ചകൾ. വഖഫ് അമെൻമെന്റ് ബില്ലിന്റെ അനിവാര്യത എന്താണ്? വഖഫിന്റെ ചരിത്രവും നിലനിൽപ്പും ഭേദഗതിയിൽ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വഖഫ് ഇസ്ലാമിക നിയമത്തിൽ വരുന്ന ഒരു സമ്പ്രദായമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി മതപരമായ ആവശ്യങ്ങൾക്കോ ചാരിറ്റി പ്രവർത്തനത്തിനോ വേണ്ടി അവരുടെ വസ്തുക്കൾ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു ആചാരമാണ് വഖഫ്. വഖഫിന് കൊടുത്ത സ്ഥലം പിന്നീട് ഒരിക്കലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ മറ്റാളുകൾക്ക് വിൽക്കാനോ സാധാരണഗതിയിൽ സാധിക്കില്ല. വളരെ ചില റെയർ കേസുകളിൽ മാത്രമേ ഈ ഭൂമി കൈമാറാനുള്ള പ്രൊവിഷൻസ് നിലവിലെ നിയമപ്രകാരം സാധ്യമാകുന്നുള്ളൂ. ഇവിടെയാണ് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നൊരാശയം വരുന്നത്. ഇങ്ങനെ ദാനമായി നൽകുന്ന ഭൂമി പള്ളികൾ പണിയാനോ ശ്മശാനം പണിയാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയാനൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഓരോ വഖഫ് ഭൂമിക്കും അത് നോക്കി നടത്താൻ വേണ്ടി ഒരു മുത്താവല്ലി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഇയാളുടെ മേൽനോട്ടത്തിലാണ് വഖഫ് ഭൂമി ശരിയായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളെല്ലാം ചാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും ഉറപ്പുവരുത്തുന്നത്. ഇന്ത്യയിൽ വഖഫിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 13-ാം നൂറ്റാണ്ടിൽ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണത്തിലും പിന്നീട് അങ്ങോട്ട് ഷേർഷാ സൂരി, ജലാലുദ്ദീൻ അക്ബർ തുടങ്ങിയ രാജാക്കന്മാരുടെ ഭരണത്തിലും അവരുടെ സാമ്രാജ്യത്തിലെ ഭൂമിയുടെ ഒരു പങ്ക് വഖഫായി കൊടുത്തതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ വഖഫായി നൽകിയ പ്രദേശങ്ങൾ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി 1913-ലും 1923-ലും വഖഫ് ലീഗലൈസ് ചെയ്തുകൊണ്ട് ബില്ലുകൾ പാസാക്കി. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം 1954-ലാണ് സെൻട്രൽ വഖഫ് കൗൺസിലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളും പ്രാബല്യത്തിൽ വരുന്നത്. 1995-ൽ വന്ന ആക്ട് പ്രകാരം വഖഫ് റിലേറ്റഡ് ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാനുള്ള ഒരു ട്രൈബ്യൂണൽ കൂടി പ്രാബല്യത്തിൽ വരികയാണ്. നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 8.7 ലക്ഷം രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ഡിഫൻസ് എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്ഥലം ഇന്ത്യയിൽ വഖഫിന്റെ കയ്യിലാണ്. ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടീസ് കണ്ടുവരുന്നത്. വാസ്തവത്തിൽ രജിസ്റ്റർ ചെയ്ത 50% ഭൂമിയുടെയും നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് വഖഫ് ബോർഡിന് അറിയില്ല. അതായത് ശരിയായ രീതിയിൽ സർവേ നടത്താത്ത, മാനേജ് ചെയ്യാത്ത ഭൂമികളാണ് പകുതിയിലേറെയും. 95-ലെ വഖഫ് ആക്ട് 2013-ൽ വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനും കൂടുതൽ പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ അമെൻഡ് ചെയ്യപ്പെട്ട വഖഫ് ആക്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് പുതിയ വഖഫ് അമെൻമെന്റ് ബില്ല് ശ്രമിക്കുന്നത്. 40 പേജോളം വരുന്ന അമെൻമെന്റ് ബില്ലിന്റെ പൂർണ്ണ രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറുതും വലുതുമായ ഒരുപാട് മാറ്റങ്ങൾ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഭേദഗതി വഖഫ് രൂപീകരണത്തിനെ അടിസ്ഥാനമാക്കിയാണ്. നിലവിലെ വഖഫ് ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് ഓറൽ ഡിക്ലറേഷൻ വഴി വഖഫായി ഭൂമി നൽകാവുന്നതാണ്. പുതിയ ഭേദഗതിയിൽ റിട്ടൺ ഡിക്ലറേഷൻ ഓഫ് വഖഫ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതായത് താൻ ഭൂമി വഖഫിന് നൽകുകയാണെന്ന ഇന്റൻഷൻ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു റിട്ടൺ ഡോക്യുമെന്റ് വഖഫിന് ഇനി മുതൽ ആവശ്യമാണ്. 95-ലെ വഖഫ് ആക്ടിൽ റെക്കഗ്നിഷൻ ബേസ്ഡ് ഓൺ ലോങ് ടേം യൂസ് അല്ലെങ്കിൽ വഖഫ് ബൈ യൂസർ എന്നൊരു പ്രൊവിഷൻ കൂടി വഖഫ് രൂപീകരണത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രദേശം വർഷങ്ങളായി ഇസ്ലാമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നാച്ചുറലി വഖഫായി മാറുമെന്നാണ് വഖഫ് ബൈ യൂസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊവിഷൻ എടുത്തു കളയുകയാണ് പുതിയ അമെൻമെന്റ്. ഇനി മുതൽ ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി മാത്രമേ വഖഫായി ദാനം ചെയ്യാൻ സാധിക്കൂ. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷമായി ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വഖഫ് കൊടുക്കാൻ സാധിക്കൂ എന്നും ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഈ 5 വർഷത്തിന്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 5 വർഷമായി ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വഖഫ് ബോർഡ് എങ്ങനെ ഉറപ്പുവരുത്തും? എന്തുകൊണ്ട് 5 വർഷം എന്നൊരു കണ്ടീഷൻ കൊണ്ടുവരുന്നു? ഈ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് ക്ലിയർ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രധാന മാറ്റം വഖഫ് സർവേയുമായി ബന്ധപ്പെടുത്തിയാണ്. നിലവിലുള്ള ആക്ട് പ്രകാരം അതത് സ്റ്റേറ്റ് വഖഫ് ബോർഡ് തിരഞ്ഞെടുക്കുന്ന സർവേ കമ്മീഷണറാണ് വഖഫ് പ്രോപ്പർട്ടീസിന്റെ സർവേ നടത്തുന്നത്. പുതിയ അമെൻമെന്റിൽ സർവേ കമ്മീഷണറിനെ നീക്കം ചെയ്ത് ഇനി മുതൽ ഡിസ്ട്രിക്ട് കളക്ടറാണ് വഖഫ് പ്രോപ്പർട്ടീസിന്റെ സർവേ നടത്തുന്നത്. മൂന്നാമതായി, ഗവൺമെന്റ് പ്രോപ്പർട്ടീസും വഖഫും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ആ പ്രോപ്പർട്ടിയുടെ അധികാരം വഖഫിന് നഷ്ടപ്പെടുമെന്നാണ് ബില്ലിൽ പറയുന്നത്. ചുരുക്കത്തിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വഖഫായി ക്ലെയിം ചെയ്യാനോ ട്രൈബ്യൂണലിന് മുമ്പിൽ കേസ് കൊടുക്കാനോ വഖഫ് ബോർഡിന് സാധിക്കില്ല. അടുത്തതായി, സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ കമ്പോസിഷൻ പുതിയ ബില്ല് മാറ്റുന്നുണ്ട്. നിലവിൽ മുസ്ലിം വ്യക്തികൾക്ക് മാത്രമേ സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ ഭാഗമാകാൻ സാധിക്കൂ. ഈ കൗൺസിലിൽ അംഗമായി 2 മുസ്ലിം സ്ത്രീകളെങ്കിലും വേണമെന്നാണ് 95-ലെ ആക്ട് പറയുന്നത്. പുതിയ ഭേദഗതി കൗൺസിൽ മെമ്പേഴ്സ് മുസ്ലിം ആകണമെന്ന നിർബന്ധം എടുത്തു കളയുകയാണ്. 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് നിർബന്ധമായും കൗൺസിലിൽ വേണമെന്ന് ബില്ല് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിൽ മുസ്ലിംസ് അല്ലാത്തവരെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ സ്റ്റേറ്റ് ഗവൺമെന്റിന് പുതിയ അമെൻമെന്റ് നൽകുന്നുണ്ട്. ഇവിടെയും 2 മുസ്ലിം സ്ത്രീകൾ ബോർഡിന്റെ ഭാഗമാകണമെന്ന് അമെൻമെന്റിൽ പറയുന്നുണ്ട്. കൂടാതെ ബാക്ക്വേർഡ് മുസ്ലിം ക്ലാസസിൽ നിന്നും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണമെന്ന് ബില്ലിൽ പറയുന്നു. 2013-ൽ നടന്ന അമെൻമെന്റ് വഖഫ് ട്രൈബ്യൂണലിന് ഒരു പരമാധികാരം നൽകുന്നുണ്ട്.
ഈ ട്രൈബ്യൂണലിന് മുമ്പിലാണ് വഖഫ് കേസുകൾ നടക്കാറുള്ളത്. ട്രൈബ്യൂണൽ തിരഞ്ഞെടുത്ത തീരുമാനം കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത സാധാരണക്കാർക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ട്രൈബ്യൂണലിന്റെ വിധിയിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ കോടതിക്ക് ആ കേസ് പരിഗണിക്കാൻ സാധിക്കൂ. പുതിയ അമെൻമെന്റ് ഈ ഒരു കണ്ടീഷൻ പരിഷ്കരിക്കുന്നുണ്ട്. വഖഫ് റിലേറ്റഡ് ഡിസ്പ്യൂട്ടുകളിൽ ട്രൈബ്യൂണൽ നൽകുന്ന വിധി ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം വ്യക്തികൾക്ക് അമെൻമെന്റ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിലവിലെ ട്രൈബ്യൂണലിൽ ഒരു മുസ്ലിം ലോ എക്സ്പെർട്ട് ട്രൈബ്യൂണലിന്റെ അംഗമാകണമെന്ന് നിർബന്ധമുണ്ട്. ഈ മുസ്ലിം ലോ എക്സ്പെർട്ടിനെ എടുത്തു കളയുക കൂടി ചെയ്യുകയാണ് പുതിയ അമെൻമെന്റ്. അമെൻമെന്റ് ബില്ലിന്റെ ഒരു ഏകദേശ ധാരണ ലഭിച്ച സ്ഥിതിക്ക് ഇത് ആവശ്യമുള്ളതാണോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഈ ബില്ല് വിശകലനം ചെയ്യുമ്പോൾ രണ്ട് കാര്യം നമ്മൾ മനസ്സിൽ കരുതണം. ഒന്ന്, ഒരു ഇസ്ലാമിക നിയമത്തിന് രാജ്യത്തിന്റെ സിവിൽ വ്യവഹാരങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും. രണ്ട്, ആശയം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മുസ്ലിങ്ങൾക്ക് എതിരായ NDA സർക്കാരിന് എന്തായിരിക്കും ഈ ബില്ല് കൊണ്ടുണ്ടാകുന്ന നേട്ടം. ഈ രണ്ട് വശം പരിശോധിച്ചാൽ മാത്രമേ ഈ അമെൻമെന്റ് ബില്ലിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. 95-ലെ വഖഫ് നിയമത്തിലെ പ്രധാന പ്രശ്നം ഈ അമെൻമെന്റ് ബില്ല് പൂർണ്ണമായി അഡ്രസ് ചെയ്യുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഈ ഒരു ആശയം ഒരു ജനാധിപത്യ രാജ്യത്ത് എത്രത്തോളം പ്രായോഗികമാണ്? ഒരിക്കൽ വഖഫായി പ്രഖ്യാപിച്ചാൽ 50 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും 500 വർഷം കഴിഞ്ഞാലും വഖഫായി തന്നെ നിലനിൽക്കുന്ന പ്രദേശം. ഇത് എന്ത് ഔചിത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാലം മാറുന്തോറും ജനങ്ങൾ മാറും, സമൂഹം മാറും, വികസന രീതികൾ മാറും. ഇതിനെല്ലാം തടസ്സമായി ഏതെങ്കിലും വഖഫ് ഭൂമി നിലനിന്നാൽ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലെ നിയമത്തിലുള്ളത്. ഈ അമെൻമെന്റ് ബില്ലിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടീസിന് മാത്രമേ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന ആശയത്തിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിട്ടുള്ളൂ. സാധാരണക്കാരുടെ പ്രോപ്പർട്ടീസിന്റെ അവസ്ഥ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. മുനമ്പത്ത് നടക്കുന്ന പ്രശ്നം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. 1902 തിരുവിതാംകൂർ രാജകുടുംബം ഒരു അബ്ദുൾ സത്താർ മൂസ സേട്ടിന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് 404 ഏക്കർ വരുന്ന ആ പ്രദേശം. 1948 സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹത്തിന്റെ മരുമകൻ സിദ്ദിഖ് സേട്ട് ഈ സ്ഥലം അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. 1950 സിദ്ദിഖ് സേട്ട് ഈ ഭൂമി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയാനായി വഖഫായി കോഴിക്കോട് ഫറൂഖ് കോളേജിന് നൽകുകയാണ്. വഖഫായി തീർപ്പാക്കിയ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ഫറൂഖ് കോളേജ് അധികാരികൾ ഈ ഭൂമി അവിടെ കുടിയേറി പാർത്ത ആളുകൾക്ക് വിൽക്കുകയാണ്. പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയ ജനങ്ങൾ അവിടെ വീട് വെച്ച് താമസിക്കുന്നു. ഇതിനുശേഷം ഒരുപാട് നിയമപരമായ പോരാട്ടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവസാനമാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന തരത്തിലുള്ള വിധി വന്നത്. ഈ വിധി ജനങ്ങൾക്ക് എതിരാകാനുള്ള പ്രധാന കാരണം വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന ആശയം തന്നെയാണ്. ഇതുള്ളതുകൊണ്ട് കോടതിക്ക് ഇതിൽ അധികം ഇടപെടാനും സാധിക്കില്ല. പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയ ആളുകൾ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന ഈ നൂലാമാല മാറേണ്ടത് തന്നെയാണ്. വഖഫായി രജിസ്റ്റർ ചെയ്ത പല ഭൂമികളും മാനേജ് ചെയ്യുന്നതിൽ വഖഫ് ബോർഡിന് പിഴവ് തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തൊട്ടാകെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വഖഫായിരിക്കെ പല ആളുകൾക്കും വിറ്റിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം റീസർവേയിൽ വീണ്ടും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് കാര്യം? സിവിൽ വിഷയങ്ങൾ പരിഹരിക്കുമ്പോൾ സ്റ്റാറ്റസ് കോ, അതായത് ഇപ്പോഴത്തെ അന്തരീക്ഷം കൂടി പരിഗണനയിൽ എടുക്കേണ്ടതാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഫലസ്തീനിയൻസിനെ അനുകൂലിക്കാനുള്ള കാരണം എന്താണ്? 3 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് 2000 വർഷം മുമ്പത്തെ ചരിത്രം പറഞ്ഞ് കൊളോണിയൽ ശക്തികളുടെ സഹായത്തോടു കൂടി സയനിസ്റ്റുകൾ എത്തുകയാണ്. അന്നത്തെ സ്റ്റാറ്റസ് കോ പരിഗണിക്കാത്തതാണ് ഇസ്രായേൽ ചെയ്ത തെറ്റ്. 1990-കളിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നിരന്തരമായി തള്ളിക്കളഞ്ഞ ഹമാസ് ഇസ്രായേൽ എന്ന രാജ്യം പോലും നിലനിൽക്കരുത് എന്ന് പറഞ്ഞതും സ്റ്റാറ്റസ് കോ പരിഗണിക്കാതെ തന്നെയാണ്. 1950-ൽ കൃത്യമായ ഒരു സ്റ്റേറ്റ് വഖഫ് ബോർഡ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വഖഫായി എഴുതി കൊടുത്തൊരു സ്ഥലമാണ് മുനമ്പം. അത് പൈസ കൊടുത്തു വാങ്ങി അവിടെ ജീവിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങൾ. ഇവർക്ക് ശരിയായ രീതിയിൽ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ ആ ഭൂമി വഖഫായി പ്രഖ്യാപിക്കുന്നത് തെറ്റ് തന്നെയാണ്. 1927-ൽ വഖഫായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാണ് തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന ആശയത്തിന്റെ ഇന്റൻഷൻ നല്ലതാണെങ്കിൽ കൂടി ഇതിന്റെ പ്രായോഗികത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി വഖഫായി ക്ലെയിം ചെയ്യാനുള്ള പ്രൊവിഷൻ പുതിയ അമെൻമെന്റിൽ എടുത്തു കളയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. റിട്ടേൺ ഡിക്ലറേഷൻ വഖഫ് രൂപീകരണത്തിന് നിർബന്ധമാക്കുന്നത് ശരിയായ ഡോക്യുമെന്റേഷന് സഹായിക്കും. വഖഫ് ബൈ യൂസർ എന്ന ഭാഗം എടുത്തു കളയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാലം മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതുകൊണ്ട് നാച്ചുറലി ഒരു സ്ഥലം വഖഫായി മാറുന്നത് എങ്ങനെയാണ്? ലോങ് ടേം യൂസേജ് എങ്ങനെയാണ് ഇവർ ഡിഫൈൻ ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് വഖഫ് ആകുന്നത് എന്ന നിയമം തന്നെയായിരിക്കും നല്ലത്. ഇനി വഖഫ് ട്രൈബ്യൂണലിന്റെ കാര്യമാണ് അടുത്ത പ്രധാന പ്രശ്നം. ശരിക്കും സിവിൽ ഡിസ്പ്യൂട്ടുകൾ ഒരു ട്രൈബ്യൂണലിന്റെ മുമ്പിൽ അവതരിപ്പിക്കാതെ കോടതി തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കേസുകൾ വേഗം പരിഹരിക്കാനാണ് ട്രൈബ്യൂണൽ സഹായിക്കുന്നത് എന്നൊരു വാദമുണ്ടെങ്കിൽ ട്രൈബ്യൂണലിന്റെ ഡിസിഷൻ ഫൈനൽ ആക്കുന്ന പ്രൊവിഷൻ സാധാരണക്കാരോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ട്രൈബ്യൂണലിന്റെ തീരുമാനം എന്തു തന്നെയായാലും അത് ചലഞ്ച് ചെയ്യാനും വേണമെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കാനുമുള്ള അവസരം എല്ലാ സാധാരണക്കാർക്കും നൽകണം. വഖഫ് ബോർഡിൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന നോൺ മുസ്ലിം മെമ്പേഴ്സ് അംഗമായി വരുന്ന പ്രൊവിഷൻ പുതിയ അമെൻമെന്റിലുണ്ട്. ഇത് വഖഫ് ബോർഡിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കമായാണ് എനിക്ക് തോന്നുന്നത്. വഖഫ് ഒരു ഇസ്ലാമിക സമ്പ്രദായമായിരിക്കെ
വഖഫ് പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്ന ബോർഡിൽ മെജോറിറ്റി മുസ്ലിം മെമ്പേഴ്സ് തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ബോർഡിന്റെ നിയന്ത്രണം നോൺ മുസ്ലിം മെമ്പേഴ്സിന് കൊടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം മുസ്ലിം സ്ത്രീകൾക്കും ബാക്ക്വേർഡ് മുസ്ലിം അംഗങ്ങൾക്കും ബോർഡിൽ സ്ഥാനം നൽകുന്നത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. അവസാനമായി 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി എന്ന ഫിൽട്ടർ അസംബന്ധമാണ്. ഈ ഒരു ക്രൈറ്റീരിയയുടെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വഖഫായി ഡിക്ലെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ എപ്പോഴും നിലനിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ പവർ നിലവിലുണ്ട് എന്ന വാസ്തവം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. തീർച്ചയായും ഭേദഗതികൾ വേണ്ട ഒരു ആക്ട് തന്നെയാണ് വഖഫ് 1995 ആക്ട്. പുതിയ അമെൻമെന്റ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം വഖഫ് റിലേറ്റഡ് ഡിസ്പ്യൂട്ടുകൾ സ്റ്റാറ്റസ് കോ കൂടി പരിഗണിച്ച് സിവിൽ കോർട്ടിൽ തീർക്കാനുള്ള അവസരം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കണം. അല്ലാതെ വഖഫ് ബോർഡിൽ നിന്ന് മെജോറിറ്റി മുസ്ലിംസിനെ ഒഴിവാക്കുക എന്നതാവരുത്. വഖഫ് റിലേറ്റഡ് ഡിസ്പ്യൂട്ടുകൾ ബയസസ് ഇല്ലാതെ സെക്യുലറായി പരിഹരിക്കുന്നതിലായിരിക്കണം ബില്ലിന്റെ ശ്രദ്ധ. ഇതാണ് ഈ പുതിയ അമെൻമെന്റിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.